വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണിതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം CBFCക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടൻറ് ഉണ്ടാക്കുന്നത്, അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നതും. ആ ഗൈഡ് ലൈനിലൊന്നും ഇങ്ങനൊരു സംഗതി ഇല്ല. മാത്രമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി, അതെനിക്ക് കുറച്ച് വൈകിയാണ് അറിയാൻ കഴിഞ്ഞത്. പത്മകുമാർ എന്ന നടൻ, അദ്ദേഹം സംവിധായകനും കൂടിയാണ്. അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട്. അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെയോട് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക, അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക. അതിനുശേഷം ചില പേരുകൾ അദ്ദേഹത്തോട് അവർ സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ പേര് ഞാനിവിടെ പറയുന്നില്ല. കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രശ്നമോ മറ്റു തരത്തിലുള്ള സ്പർദ്ധയോ ഇടയാക്കരുതെന്നുള്ളതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്ത പേരുകളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് മാറ്റിയതിന് ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത്, മാറ്റി ഡബ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവരടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊരു വളരെ ജെന്യുവിനായിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സംവിധാനം, തിരക്കഥാ സംഭാഷണം, സംവിധാനം ഉണ്ണികൃഷ്ണൻ എന്ന് വെച്ചാൽ മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ്. എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും. ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.